Good day, students. Today, let us look into another application of solar energy, that is, solar greenhouse. Okay. So, this is a picture of a solar greenhouse. It has many purposes. A greenhouse, it can be a growth chamber which offers possibilities of year-round plant production under controlled environment. Okay. അപ്പോൾ ഈ കാണുന്ന ഈ പിക്ചറിൽ ഈ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ റീജിയൻ ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഗ്രോത്ത് ചേമ്പർ. ഇവിടെ ചെടികൾ വളർത്താൻ വേണ്ടിയുള്ള ഒരു സ്പേസ് ആയിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാം. അപ്പോൾ വർഷം തോറും നമുക്ക് ഈ ചെടികളെ ഇതിൻ്റെ റൂമിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത് നമുക്ക് സുഗമമായിട്ട് അവിടെ വളർത്താം. It can be attached to a residence to provide passive heating also. Okay. ഇങ്ങനെ ഗ്രീൻ ഹൗസിനെ നമുക്ക് ഒറ്റയ്ക്കായിട്ട് പണിത് നിർത്താം, അല്ലെങ്കിൽ ഒരു വീടിന് ചേർത്തും വേണമെങ്കിൽ പണിയാം. ഈ പിക്ചറിൽ ഇപ്പോൾ ചേർത്താ പണിതിരിക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശം ഗ്രീൻ ഹൗസ് ചൂടാകുന്നതുകൊണ്ട് ഇവിടെ ആ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഹീറ്റ് സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഹീറ്റ് കാരണം നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്കും പതുക്കെ ചൂട് കിട്ടും. അപ്പോൾ കോൾഡ് കൺട്രീസിൽ ഇതുപോലെ തണുപ്പുള്ള രാജ്യങ്ങളിൽ നമ്മുടെ റൂം ഹീറ്റ് ചെയ്യണമെങ്കിൽ അവർ റൂമിനെ ചേർത്ത് ഒരു ഗ്രീൻ ഹൗസ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാച്ചുറലി ഇതിങ്ങനെ പതുക്കെ ഗ്രീൻ ഹൗസ് അവിടെ ചൂടാവുന്നതിനനുസരിച്ച് നമ്മുടെ റൂമും ചൂടായിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എക്സ്റ്റേണൽ ഹീറ്റിംഗ് യൂണിറ്റുകളോ ഹീറ്ററുകളൊന്നും നമുക്ക് വെക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. Now, it can be a source of moderator for the humidity in the house. ഭയങ്കര ഹോട്ട് കൺട്രീസിലാണെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടായിരിക്കും. ഓക്കെ. അപ്പോൾ ഇതുപോലത്തെ സ്ഥലങ്ങളിലും നമുക്ക് ഗ്രീൻ ഹൗസ് അടുത്തുണ്ടെങ്കിൽ അവിടുത്തെ ഹോട്ട് എയറിനെ വലിച്ച് ഇവിടെ നിന്നുള്ള എയർ വെന്റിലേഷൻ പാസ് ചെയ്യിപ്പിച്ച് നമുക്ക് നമ്മുടെ വീടിൻ്റെ അകത്ത് നല്ല കൂളായിട്ട് നിലനിർത്താൻ പറ്റും കേട്ടോ. അപ്പോൾ ഹ്യൂമിഡിറ്റീനെ ഇങ്ങനെ മോഡറേറ്റ് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. It is a structure covered with transparent material that utilizes sunlight to grow plants and may have heating, cooling and ventilating equipments for temperature control. Okay. ഇപ്പോൾ സോളാർ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ഓക്കെ. അപ്പോൾ അത് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഫൈബർ ഗ്ലാസ്സസ് കൊണ്ട് ഉണ്ടാക്കാം. ഓക്കെ. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. യൂഷ്വലി ഗ്ലാസ് കൊണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കാറ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് സൺലൈറ്റിനെ കടത്തി വിടുന്നു. അപ്പോൾ ഷോർട്ട് വേവ് ലെങ്ത് റേഡിയേഷൻ കടന്നു കഴിഞ്ഞാൽ ഉള്ളിൽ ആ പ്ലാന്റ്സും ആ ഗ്രൗണ്ടൊക്കെ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് തിരിച്ച് ലോങ് വേവ് ലെങ്ത് റേഡിയേഷനായിട്ടാണ് എമിറ്റ് ചെയ്യുക. ലോങ് വേവ് ലെങ്ത് റേഡിയേഷന് ഗ്ലാസ്സിൽ കൂടെ കടന്നു പോകാൻ ബുദ്ധിമുട്ടില്ലേ. അപ്പോൾ വീണ്ടും ഈ ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് അത് റിഫ്ലക്റ്റ് ചെയ്ത് ഈ ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിലത്തെ ടെമ്പറേച്ചറിനെ പതുക്കെ പതുക്കെ കൂട്ടുന്നു. ടെമ്പറേച്ചർ വളരെയധികം കൂടിയാൽ അവിടുത്തെ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഗ്ലാസ് ഹൗസിൻ്റെ സൈഡിൽ ഫുൾ വിൻഡോസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിൻഡോസ് തുറന്നു വെച്ചാൽ നന്നായി വെന്റിലേഷൻ കിട്ടും, എയർ പാസേജ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടുതൽ ടെമ്പറേച്ചർ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കൂൾ ചെയ്യാനും നമുക്ക് പറ്റും. ഓക്കെ. അപ്പോൾ ഈ ഗ്ലാസ് ഹൗസിൽ തന്നെ നമുക്ക് ഹീറ്റിങ്ങും കൂളിങ്ങും അങ്ങനെ വെന്റിലേറ്റിംഗ് എക്വിപ്മെൻറ്റ്സും എല്ലാം കിട്ടും. Now, what are the types of solar greenhouses? We have an attached greenhouse, porch type greenhouse, freestanding greenhouse, pit type greenhouse, and cold frame type greenhouse. ആദ്യത്തേത് അറ്റാച്ച്ഡ് ഗ്രീൻ ഹൗസ്. പിക്ചറിൽ കാണുന്ന പോലെ നമ്മുടെ റെസിഡൻസിനോട് ചേർന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഗ്രീൻ ഹൗസിനെയാണ് അറ്റാച്ച്ഡ് ഗ്രീൻ ഹൗസ് എന്ന് പറയാം. സോ ഇറ്റ് മേ ബി joined to any suitable building structure. Now the next type is the porch type greenhouse. Porch type greenhouse എന്ന് പറയുന്നത് it is designed as an entrance to a house, factory or office.
അപ്പം നമ്മുടെ ബിൽഡിങ്ങിൻ്റെ എൻട്രൻസിൽ നമ്മളിങ്ങനെ ഗ്രീൻ ഹൗസ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പോർച്ച് ടൈപ്പ് ഗ്രീൻ ഹൗസ് എന്ന് വിളിക്കും. ഫ്രീ സ്റ്റാൻഡിങ് ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞാൽ തനിയെ നമ്മൾ ഈ ഗ്രീൻ ഹൗസിനെ നമ്മുടെ ബിൽഡിങ്ങിൽ നിന്ന് മാറ്റി അതിനെ നീക്കി ഒരു സിംഗിൾ ബിൽഡിംഗ് പോലെ, ബിൽഡിംഗ് നല്ല സിംഗിൾ സ്ട്രക്ചർ പോലെ നമ്മളിതിനെ പണിതെടുക്കുകയാണെങ്കിൽ അത് ഫ്രീ സ്റ്റാൻഡിങ് ആണ്, അല്ലേ, തനിയെ നിൽക്കുന്നു. അതുകൊണ്ട് അതിനെ ഫ്രീ സ്റ്റാൻഡിങ് ഗ്രീൻ ഹൗസ് എന്ന് വിളിക്കുന്നു. So it is not attached to any other building and it is usually constructed on any convenient piece of wasteland. ഏതെങ്കിലും നിരപ്പായ നമ്മൾ ഉപയോഗിക്കാത്തൊരു ഭൂമിയുമെയാണ് നമ്മളിത് പണിത് എടുക്കുന്നത്. Now the next type is the pit type greenhouse. Okay, the പിക്ചറിൽ ശ്രദ്ധിക്കാം, it is not attached to any other building. Okay, ഇതിനു വേണ്ടി തനിയെ നമ്മളൊരു സ്ട്രക്ചർ പണിയുന്നു. It is usually constructed on sloping landscapes. അപ്പോൾ നമ്മുടെ ലാൻഡ്സ്കേപ്പ്, നമ്മുടെ പ്രതലം സ്ലോപ്പിംഗ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ അവിടെയാണ് യൂഷ്വലി നമ്മൾ ഈ പിറ്റ് ടൈപ്പ് ഗ്രീൻ ഹൗസ് പണിയുന്നത്. പിറ്റ് ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഗ്രൗണ്ടിൽ ചെറിയൊരു കുഴി കുഴിക്കുകയാണ് കേട്ടോ. ശ്രദ്ധിക്കുക, ഒരു കുഴി കുഴിച്ചിട്ട് ആ കുഴിയിലേക്ക് നമ്മൾ ഇറക്കി ആണ് ഗ്രീൻ ഹൗസ് പണിയുന്നത്. അപ്പോൾ ചുറ്റുമുള്ള, കണ്ടോ, താഴെ കാണുന്ന ഈ റീജിയനിൽ നമുക്ക് ചുറ്റും മണ്ണായിരിക്കും. അപ്പം മണ്ണിൽ നിന്ന് നമുക്ക് ആ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിലത്തെ ടെമ്പറേച്ചർ കുറേയൊക്കെ ഇങ്ങനെ സ്റ്റേബിളായിട്ട് നിലനിർത്താൻ പറ്റും. ഭയങ്കരമായിട്ട് കൂടുകയോ ഭയങ്കരമായിട്ട് കുറയുകയോ ചെയ്യില്ല കേട്ടോ. It is partially sunk in the ground. The next type is the cold frame type greenhouse. ഈ ചെറിയ യൂണിറ്റ്സിനെയാണ് നമ്മളിവിടെ കോൾഡ് ഫ്രെയിം ടൈപ്പ് ഗ്രീൻ ഹൗസ് എന്ന് വിളിക്കുക. കണ്ടോ, അപ്പോൾ ഇതിൽ ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഏതെങ്കിലും ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ കൊണ്ട് ചെറിയ ബോക്സുകൾ ഉണ്ടാക്കി അതിനെ ഇങ്ങനെ ലിഡ് വെച്ച് കവർ ചെയ്യുന്ന രീതിയിൽ, ആ ലിഡ് സ്ലോപ്പിംഗ് ആയിരിക്കുന്നുള്ളൂ. ഇങ്ങനെയാണ് നമ്മളിതിന് ചെറിയ ചെറിയ കോൾഡ് ഫ്രെയിം ടൈപ്പ് ഗ്രീൻ ഹൗസസ് സെറ്റ് ചെയ്യുന്നത്. They are just hotbeds with a sloping roof. Hotbed എന്ന് പറയുന്നത് ചെറിയ ഗ്രോ ചെയ്യുന്ന പ്ലാന്റ്സ് ഒക്കെ വെക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ hotbed എന്ന് പറയുന്നത്. So they are just small hotbeds with a sloping roof. Now we have another type of classification for solar greenhouses. Depending on the climatological conditions, we can have winter greenhouses and summer greenhouses. So here the winter greenhouse is shown and the outside temperature will be very low compared to the heat inside the house. Okay, ഇപ്പോൾ കോൾഡ് കൺട്രീസിൽ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്താൽ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിലത്തെ ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും, പുറമേലത്തെ ടെമ്പറേച്ചർ വളരെ കുറവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു നല്ലൊരു ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ ഉള്ളിലെ പ്ലാന്റ്സിനെ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. Now the next type, depending on climatological conditions, is the summer greenhouse. In this, the outside temperature will be very high compared to the heat inside the house. Okay, ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ ഈ ഗ്രീൻ ഹൗസ് പിക്ചറിൽ ശ്രദ്ധിച്ചാൽ ഇതിൽ വിൻഡോസ് ഒക്കെ നമ്മൾ ആവശ്യം തുറന്നും വാതിൽ തുറന്നാണ് വെച്ചിരിക്കുന്നത്. കാരണം ഉള്ളിൽ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ വെന്റിലേഷൻ വഴി അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. എയർ കടത്തിവിട്ട് എയർ പാസേജ് വഴി നമുക്ക് അത് നന്നായി കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഉള്ളിലത്തെ ടെമ്പറേച്ചർ, ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ കുറവും പുറത്ത് കൂടുതലുമായിരിക്കും. Now, the design principles of a solar greenhouse. Orientation of roof. നമ്മൾ സെറ്റ് ചെയ്യുന്ന സോളാർ ഗ്രീൻ ഹൗസിൻ്റെ റൂഫിന് ഒരു പ്രത്യേക ആംഗിൾ ഉണ്ട്. അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന ലാറ്റിറ്റ്യൂഡ് ലൊക്കേഷൻ. ഓക്കെ, ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നത് എർത്തിൽ 10 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിലാണെങ്കിൽ 10 ഡിഗ്രിയുടെ കൂടെ പ്ലസ് 20 ഡിഗ്രീസ് ആഡ് ചെയ്യാം. അപ്പോൾ 30 ഡിഗ്രിയിലുള്ള ആംഗിളിലുള്ള റൂഫാണ് സെറ്റ് ചെയ്യേണ്ടത്. അതും സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലുള്ളൊരു റൂഫാണ് നമ്മൾ സെറ്റ് ചെയ്യുക. എൻഡ് വാൾസ്. ഈ ഗ്രീൻ ഹൗസിൻ്റെ എൻഡ് വാൾസ് എന്ന് പറയുന്നത് അതിൻ്റെ ഡയറക്ഷൻ
സൗത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റിലുള്ള എൻഡ് വാൾസ് ഗ്ലേസ് ചെയ്തിരിക്കണം. ഓക്കെ, ഈ ഗ്രീൻ ഹൗസിൻ്റെ സൗത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റിലുള്ള എൻഡ് വാൾസ് നമ്മൾ നല്ല റിഫ്ലക്റ്റിംഗ്, ഷൈനിങ് ആക്കിയിരിക്കണം. ഗ്ലേസിങ്. 2 or more layers are required in cold countries. ഇങ്ങനെ റിഫ്ലക്റ്റിംഗ് ലെയേഴ്സ്, സൺലൈറ്റിനെ നമുക്ക് റൂമിൻ്റെ ഉള്ളിൽ നന്നായി റിഫ്ലക്റ്റ് ചെയ്യിപ്പിച്ച് വിടുന്ന ചുമരുകൾ നമുക്ക് ഒന്നോ രണ്ടോ ചുമരുകൾ നമുക്ക് ഇങ്ങനെ ഗ്ലേസ് ചെയ്ത് വെക്കാം. കൂടുതൽ ഹീറ്റിനെ നമുക്ക് ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. വെന്റിലേഷൻ. പ്രോപ്പർ വെന്റിലേഷൻ ഇസ് പ്രൊവൈഡഡ് ത്രൂ എയർ ഡക്ട്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി വെന്റിലേഷൻ യൂണിറ്റ്സ് വേണം. അപ്പോൾ ഇങ്ങനെ എയർ ഡക്റ്റ് അല്ലെങ്കിൽ എയർ പാസ് ചെയ്യുന്ന വിൻഡോസ് വഴിയാണ് നമ്മൾ വെന്റിലേഷൻ നടത്തുന്നത്. സോളാർ ഗെയിൻ. The heat loss is reduced to increase solar gain. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന സോളാർ ഗ്രീൻ ഹൗസസിൽ നിന്നുള്ള ലോസ് നമ്മൾ കുറയ്ക്കണം. എന്നാലാണ് സൺലൈറ്റിനെ നമുക്ക് മാക്സിമം ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോളാർ ഗെയിൻ എന്ന് പറയുന്നത് വി ഷുഡ് ട്രൈ ടു മാക്സിമൈസ് ദ സൺലൈറ്റ് ഓർ ദ amount of sunlight stored into the greenhouse. ഗെയിൻ ചെയ്യുന്ന സൺലൈറ്റിനെ നമ്മൾ മാക്സിമൈസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ മാക്സിമൈസ് ചെയ്യണമെങ്കിൽ അവിടെ നിന്നുള്ള ഹീറ്റ് ലോസിനെ പരമാവധി കുറച്ചാൽ മതി. ഹീറ്റ് ലോസിനെ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഗ്രീൻ ഹൗസിൽ കൂടുതൽ ഇൻസുലേറ്റ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്നത്. ആ ചുമരുകളൊക്കെ കൂടുതൽ ബ്രിക്സ് കൊണ്ട് സെറ്റ് ചെയ്യും. ഓക്കെ, മണ്ണ് കൊണ്ട് ചുമരുകൾ കൂടുതൽ തേക്കും. അപ്പോൾ പുറത്തേക്കുള്ള ലോസ് നമുക്ക് കുറയും. Heat storage. Massive walls, floor and the growing beds provide heat storage. ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ കൂടുതൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞു തന്നത്. ഈ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ നമ്മൾ നല്ല കനത്തിൽ ചുമരുകൾ പണിത് വയ്ക്കാം, അല്ലെങ്കിൽ ഫ്ലോർ, അല്ലെങ്കിൽ ആ വളരുന്ന ചെടികളാണ് ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിലത്തെ ഹീറ്റിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് സ്ഥലങ്ങൾ. അപ്പോൾ ഒരു ഗ്രീൻ ഹൗസിൽ പ്രത്യേകം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ മെൻഷൻ ചെയ്തത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഗ്രീൻ ഹൗസ് എന്ന് കണ്ടു, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഗ്രീൻ ഹൗസസ് എന്ന് കണ്ടു, ഗ്രീൻ ഹൗസിലെ ഡിസൈൻ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് കണ്ടു. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.